ഹലോ ഗൈസ്, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരാഴ്ചക്ക് ശേഷം ഇന്നാണ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയത്. ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ബട്ട് രണ്ട് കുരു വന്നു ഗൈസ്, ഇവിടെ അപ്പൊ ഇന്നൊന്ന് പുറത്തേക്കൊക്കെ പോകണം. ഇവിടെ ഒരു ക്രിസ്മസ് ഫെയർ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ പോകണം. വീഡിയോ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കയ്യിൽ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ മടിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഫുൾ വെക്കേഷനാ, ഫുൾ ബോറടി, ഫുൾ വീട്ടില് ബോറടിച്ച് ചാവും. ജനുവരി 6 വരെ വെക്കേഷനാ. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാണ്ടാവില്ല. ഇന്ന് എന്തായാലും കാണിക്കാണ്ടാവും. അപ്പൊ ഓക്കെ ഗൈസ്, പോയി അടുത്ത വീഡിയോയിൽ കാണാം. കുറെ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കണോണ്ട് വോയിസ് ഓവർ എടുക്കണോണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു കടയിൽ ചോക്ലേറ്റ് വെച്ച് സാന്റാക്ലോസും അതുപോലത്തെ കുറെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചതാ. എന്നാ കാണാൻ രസം തോന്നിയപ്പോ വീഡിയോ എടുത്തു. ഞങ്ങൾ ഇനി H&M പോവാണ്. ക്ലൗഡിയയ്ക്ക് ഷൂ വാങ്ങണം. ഇന്നപ്പോ ഫസ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ലോഗാ. അവിടെ ഒരു ചെറിയ മാള് പോലെയാ, ലിഡിലുണ്ട്, അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പൊ അവിടുത്തെ സീലിംഗിലെ ഡെക്കറേഷൻസ് ആയി കാണുന്നത്. ഇത് മാളെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് മാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാളല്ല, എന്നാലും മാള് പോലത്തെ അവിടുത്തെ സീലിംഗിന്റെ ഡെക്കറേഷൻസ് ആണ്. ദെൻ H&Mലെത്തി. ഷൂ, അവക്ക് വേണ്ട ഷൂവിന്റെ സൈസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. എന്നാലും ഞങ്ങൾ സൈസ് കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് എല്ലാം നോക്കി. എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാനത് വാങ്ങിയില്ല. വാങ്ങിയിട്ട് ഇട്ടോണ്ട് പോകാനായിട്ട് എന്തെന്നാ പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നും ഇല്ല. വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി. പിന്നെ ഞാനിപ്പോ വാദം വരാന്ന് പറയുന്നുണ്ട്, എന്നെ കാണാൻ ഭംഗിയില്ല എന്നാണ് ഞാൻ അതിൽ പറയുന്നത്. ക്യാമറ ലൈറ്റിങ് ശരിയല്ല, അതാണ് ഞാൻ അതിൽ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ടാറ്റയൊക്കെ പറഞ്ഞ് ക്ലൗഡിയയ്ക്ക് ഫ്രഞ്ച് ഡെസേർട്ട്, അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഫസ്റ്റ് വായിൽ വെക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ പിന്നെ അഡിക്റ്റീവ് ആവും അങ്ങനെ ഒരു സാധനം. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞ് റിപ്പബ്ലിക്കിൽ കൂടെ ക്ലൗഡിയ ജർമ്മനിക്ക് പോവാം വെക്കേഷന്. അപ്പോ അവക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടുവന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ അതിനു വേണ്ടി റിപ്പബ്ലിക് വന്നപ്പോ അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്ത് രസം കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഗാറിൽ വന്നത് ക്ലൗഡിയൊക്കെ എന്തോ ചെയ്യാനുണ്ടായിരുന്നു, ഐ മീൻ ഫണ്ട് എടുക്കാനുണ്ടായിരുന്നു ബാങ്കിൽ. കണ്ടോ, ആ ബാങ്കിന്റെ ATM നിന്നും. അത് കഴിഞ്ഞ് എനിക്കൊരു പാവ വാങ്ങണമായിരുന്നു. അങ്ങനെ ഞാൻ മിനിസോയിലെത്തി. അങ്ങനെ കുറെ സെലക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ വലിയ പെൺകുന് വേണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതിന് ഒടുക്കത്ത് വിലയായതുകൊണ്ട് ഞാൻ കയ്യിൽ ഒതുങ്ങിയ ഒരെണ്ണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിനെടുത്ത് ഞാൻ വീണ്ടും ക്രിസ്മസ് ഫെയർ നടക്കുന്നതിൽ പോയി. വീണ്ടും പറയാനായിട്ട് ഞാൻ തലേദിവസം പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര വോയിസ് ആയതുകൊണ്ട് ഒന്നും കേൾപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നല്ല പാട്ടിന്റെയും ഇതിന്റെ ഒക്കെ വോയിസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാൻ കരുതി ഫുൾ വോയിസ് ഓവർ കൊടുക്കാൻ. കാരണം പാട്ടും ബഹളവും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ കരുതി കുറച്ചു നേരം എന്റെ സൗണ്ട് വെച്ച് വെറുപ്പിക്കാന്ന്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇവിടെ മൊത്തം ഗെയിംസ് ആണ്. അതായത് നമ്മൾ ആ 3 ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 പോയിന്റ് കിട്ടും. അങ്ങനെ എത്ര ബലൂൺ പൊട്ടിക്കുന്നോ അത്രയും പോയിന്റിലുള്ള പാവേനെ നമുക്ക് എടുക്കാം. ഈ പാവയൊക്കെ കണ്ടിരുന്നപ്പോ ആരെങ്കിലും എനിക്ക് വേണ്ടി ബലൂൺ പൊട്ടിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആരെങ്കിലും പൊട്ടിച്ച് വാങ്ങി തന്നിരുന്നെങ്കിൽ. ഈ സംഭവത്തിന് ഞാൻ കയറിയില്ല, പക്ഷെ ഈ റോളർ കോസ്റ്ററിൽ ഞാൻ 2 തവണ കയറി. ഞാൻ ഫസ്റ്റ് തവണ എന്റെ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി. ഇനി ഇത് സെക്കൻഡ് ടൈമാണ് ഇവരുടെ കൂടെ വരുന്നത്. ഫസ്റ്റ് തവണ ഞാൻ ഫുൾ അടിച്ചുപൊളി മാത്രമായിരുന്നു, വീഡിയോ എടുക്കാനേ തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ ഈ തവണ ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിക്കാൻ, വീഡിയോ എടുക്കാന്ന്. എന്നാലും മൊത്തം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താണ്, തണുപ്പാണ്, ഒടുക്കത്തെ തണുപ്പാണ്. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. എന്നാലും അത്യാവശ്യം ഞാൻ ആ ഫെയർ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ സാധനം ഉണ്ടല്ലോ, തലയിടിച്ച് ചാവും ഈ റോളർ കോസ്റ്ററിൽ പോയാൽ. സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അത്രയ്ക്ക് സ്റ്റീലാണെന്ന്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഐഫോൺ, ബൈക്ക്, ഇതൊക്കെ എന്തോ ഗെയിം കളിച്ചാൽ കിട്ടും. അതെന്തുവാന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ പാടില്ല.
ഈ പണ്ടാരത്തിനകത്ത് ഞങ്ങൾ കയറി. ഇതിന്റെ വീഡിയോ ഉണ്ട്, ഇതിന്റെ വീഡിയോ ഞാൻ എൻഡിൽ ആഡ് ചെയ്യും. പിന്നെ ഈ സാധനത്തിനകത്ത് കയറണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും കയറാൻ പറ്റിയില്ല. ഇത് വണ്ടർലയിലുണ്ട്, വണ്ടർലയിൽ ഞാൻ ഒരു പ്രാവശ്യത്തിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര കയറണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ കയറിയതും വിജൃംഭിച്ചു പോയതുമായിട്ടുള്ള ഒരു റൈഡ് ഉണ്ട്. 130 km/h സ്പീഡിലെന്തോ ആണ് ഈ സാധനം. ആകാശത്ത് ചെന്നിട്ട് ഞാൻ ഫുൾ സിറ്റി കണ്ടു. അതും ഞാൻ കയറിയത് ചൊവ്വാഴ്ചയാ, ഇന്നിപ്പോ വ്യാഴാഴ്ചയാ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ചൊവ്വാഴ്ച മഴയും കൂടെയായിരുന്നു. അതും ആകാശത്തെത്തിയപ്പോ മഴയും കൂടെ പെയ്തു. ഒടുക്കത്തെ തണുപ്പും. പിടിച്ച കൈ ഞാൻ കരുതിയ അവസാനം ഞാൻ കൈ എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതുപോലെ തണുപ്പും വിറച്ച് ചത്തുപോയി. ഇത് ഓൾറെഡി ഇതൊരു റൗണ്ടും കറങ്ങും. അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ അറ്റം 360 ഡിഗ്രി കറങ്ങും. അടിപൊളിയാന്ന് വെച്ചാൽ ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണത്. എനിക്ക് വീണ്ടും കയറണമെന്നുണ്ടായി. പിന്നെ വേണ്ടാന്ന് വെച്ച്. ആർക്കും ധൈര്യമില്ല എന്റെ കൂടെ കയറാൻ. ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും എങ്ങനെയാ കയറുന്നത്. അങ്ങനെ പിന്നെ അവിടെയുള്ള ഓരോ റൈഡുകൾ ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ എനിക്കറിയില്ല ഗൈസ്. ഇതാണ് ഞാൻ ആ ഗെയിമിൽ കയറിയത്. പക്ഷെ ചൊവ്വാഴ്ച ഞാൻ കയറിയിട്ടുണ്ടായി. 2 ദിവസത്തേക്ക് നല്ല മേലേതുണ്ടായിരുന്നു. പക്ഷെ ഇത് അത്രയും ഉണ്ടായില്ല. എനിക്ക് ഒന്ന് ഒരു തവണ കയറിയതുകൊണ്ടായിരിക്കും. പക്ഷെ സൂപ്പറായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു കബാബും തിന്നതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് നോക്കിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ കിട്ടിയ ബസ് കിട്ടിയില്ല. നിനച്ച വണ്ടി കിടച്ചില്ലെങ്കിൽ കിടച്ച വണ്ടി പോണമെന്ന് അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ഇന്ന് 11 ബസ്സില്ല. അതുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ചധികം നടക്കാനുണ്ട്. ഞാൻ ഈ ഗ്ലൗസ് വാങ്ങി. എന്റെ അടിയിൽ വേറെ ഗ്ലൗസും കൂടി ഇട്ടിട്ടുണ്ട്, മറ്റേ ഗ്ലൗസ്. ഈ ഗ്ലൗസ് വാങ്ങി. ഈ ഗ്ലൗസ് വെച്ച് നമുക്ക് ഫോണും ഉപയോഗിക്കാം. ഇറ്റ്സ് ബെറ്റർ. വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ കണ്ടപ്പോ കാരണം എല്ലാ പ്രാവശ്യവും ഗ്ലൗസ് ഊരിട്ട് ഫോൺ ഉപയോഗിക്കണം. പ്രാവശ്യം ഞാൻ ഒരു ഗ്ലൗസ് കളഞ്ഞു. അപ്പോ എന്തുകൊണ്ടും ഇത് ബെറ്റർ ആണല്ലോ. പിന്നെ 200 രൂപ നാട്ടില്. 200 രൂപ ഇല്ല, 2 euros ഓൺലി. അയ്യോ, പിന്നെന്താ, ഇന്നത്തെ വീഡിയോക്ക് മൊത്തം പൈസ കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ചെന്ന് പിന്നെ ഗെയിംസിനൊക്കെ കയറാൻ നിന്ന് അങ്ങനെ അങ്ങ് പോയി മൈൻഡ്. വീഡിയോ എടുക്കാനായിട്ട് മൈൻഡ് തോന്നില്ല. പിന്നെ കുറേയൊക്കെ വീഡിയോ, കാരണം ഗെയിംസിന് പോകുമ്പോ ഇത് ഫോൺ ബാഗിൽ വെക്കുമല്ലോ, പിന്നെ എടുക്കാൻ മടിയാവും. പിന്നെ കുറെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തത്, ഞാൻ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നേ വിചാരിച്ചതാ. പിന്നെ എടുത്തത് എല്ലാവർക്കും കാണാലോ, വീട്ടുകാർക്കൊക്കെ കാണാലോ എന്ന് കരുതി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തത്. നല്ല തണുപ്പാണ് ഇന്ന്. മൊത്തം അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, 0 ഡിഗ്രി, ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് 0 ഡിഗ്രി. 3 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് 0 ഡിഗ്രി. എന്നാ പിന്നെ അവർക്ക് 0 ഡിഗ്രി ഞങ്ങളുടെ എഴുതി വെച്ചാൽ പോരെ. 1 ഡിഗ്രി ആണെങ്കിൽ ഫീൽസ് ലൈക്ക് 0 ഡിഗ്രി. മനുഷ്യൻ തണുത്ത് കുറച്ച് ചാവും. 2 ഗ്ലൗസ്, 2 തെർമൽസ്, സ്വെറ്റ്, ടീഷർട്ട്, ഹുഡി, സെറ്റ് ഹുഡി, സെറ്റ് ഷർട്ട്സ് പോലത്തെ ഹുഡി, അതിന്റെ പോലെ ജാക്കറ്റ്, തൊപ്പി, 2 ഗ്ലൗസ്, ഷൂ സോക്സ് നോർമലാ. കാലിലേക്ക് എനിക്ക്, കാരണം ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലിലധികം തണുപ്പടിക്കാറില്ല. കയ്യാണ് സീൻ. 2 ഗ്ലൗ ഇട്ടിട്ട് മരവിച്ചു പോയി. ഇന്ന് എല്ലാവരോടും വഴി പറഞ്ഞു പോന്നപ്പോ ഒരു സങ്കടം. എല്ലാവരും ഓരോരുത്തടത്തേക്കൊക്കെ പോവാ. ഇനി എല്ലാവരെയും ജാനുവരി 6-ാം തീയതി ക്ലാസ് തുടങ്ങുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഓരോരുത്തരത്തേക്ക് പോവാ. ചിലവര് വെക്കേഷന് നാട്ടിൽ പോകുന്നു, മിക്കവരും വെക്കേഷന് നാട്ടിൽ പോകുന്നു. ഞാനിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. എനിക്ക് പോണം നാട്ടിലും. അപ്പൊ മിക്കവരും നാട്ടിൽ പോകുന്നു, ചിലവര് ട്രിപ്പ് പോകുന്നു. ജർമ്മനി, ബെൽജിയം, പാരീസ്, അങ്ങനെ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ എവിടെയും പോകുന്നില്ല. എവിടെയും പോവാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ പോവാനായിട്ട് ഒറ്റയ്ക്ക് പോകണ്ടേ, ബോറടിക്കില്ലേ. അതുകൊണ്ട് നമ്മൾ എവിടെയും പോകുന്നില്ല. നമ്മൾ വീണ്ടും ഫ്രീ ഗ്രോസറി വാങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, തിന്നുന്നു, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു.
മേ ബി ന്യൂ ഇയർ ആകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വീഡിയോ ഉണ്ടാവുമായിരിക്കും. ബിക്കോസ് ഞാൻ വീട് മാറുകയാണല്ലോ, അപ്പൊ അത് കാണിക്കാം. പാക്കിംഗ് ഒക്കെ കാണിക്കാണോ? പാക്കിംഗ് ഒക്കെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാണിക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. കാണിക്കാൻ വേണ്ടി ഞാൻ നോക്കാം. കാരണം ചിലപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. നടന്ന് കാലൊക്കെ വേദനിച്ചു. ഞാൻ പിന്നെ എനിക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. കുറച്ചധികം നടക്കാനുണ്ട്. ഇന്ന് മൊത്തം നടത്തുമായിരുന്നു. ഇന്ന് ക്ലൗഡിയേക്ക് ജർമ്മനി പോകുന്നതിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി, ബൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി, H&M പോയി. ഈ നാട്ടിലെ ആ ഒരു സ്ഥലത്തുള്ള എല്ലാ കടയിലും ഞാൻ കയറിയിട്ടുണ്ടാവും. കയറി ഇറങ്ങി കാലൊക്കെ നല്ല വേദന. അയ്യോ എന്തമ്മച്ചിയെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റൈഡിന്റെ അവിടെ പോകുമ്പോൾ കുറെ വീഡിയോസ് എടുക്കാന്ന്. ബട്ട് റൈഡിന്റെ അവിടെ പോയപ്പോ തന്നെ ഞങ്ങള് ലേറ്റായി. എന്തെങ്ങാണ്ടൊക്കെ ഞങ്ങക്ക് വാങ്ങാനുണ്ടായിരുന്നു. മിനിസോന്ന് ഞാനൊരു പാവ വാങ്ങി. കാരണം നാട്ടില് ഞാൻ എന്റെ വീട്ടിലായിരുന്നപ്പോ ഒരു പാവേനെ കെട്ടിപ്പിടിച്ച് നടന്നിരുന്നത്. ഈ കെട്ടിപ്പിടിച്ചാൽ മാത്രം ഉറക്കം വരുന്നുള്ള ശീലം എന്റെ അച്ഛമ്മയുടെ കിട്ടിയതാ. ചെറുപ്പം മുതൽ അച്ഛമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി കെട്ടിപ്പിടിക്കാൻ ഒന്നില്ലാണ്ട് ഉറക്കാൻ പറ്റാണ്ടായി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ആ പാവേനെയും കൊണ്ട് വന്നു കഴിഞ്ഞാല് നിന്നെ മുറിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞത് കൊണ്ട് ആ പാവേനെ കൊണ്ടുവന്നില്ല. കാരണം കെട്ടിപ്പിടിക്കാൻ കെട്ടിവരുണ്ടല്ലോ. പിന്നെ എന്തിനാ പാവയ്ക്കും കൂടെ കിടക്കാനായിട്ട് കട്ടില് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭാവിയെ കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞ് ഒരു വർഷം എന്റെ കെട്ടിയനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കെട്ടിപ്പിടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയാകുമ്പോ തണുത്തിട്ട് ഒന്നും കെട്ടിപ്പിടിക്കാനില്ലാത്തതുകൊണ്ട് തലക്ക് വരാണ്ടാവുന്നു. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനിപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പോകുമ്പോഴും കിടക്കുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ കൈ വെച്ച് എന്നെ തന്നെ കൺട്രോൾ ചെയ്യും. കെട്ടിപ്പിടിക്കരുത്. കാരണം എല്ലാവർക്കും നമ്മള് മേത്ത് കൈയിട്ട് കിടക്കുന്നൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ വേറെ ആരുടെയും മേത്ത് കൈയിടാറില്ല. എനിക്ക് അത്ര ഫ്രീഡം ഉള്ളവരുടെ മേത്ത് മാത്രമേ ഞാൻ കൈയിടാറുള്ളൂ. അങ്ങനെ അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഉറക്കമല്ലേ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഞാൻ അതുകൊണ്ട് ഇപ്പോ കുറച്ചു നാളായിട്ട് രാത്രി 3 മണിയൊക്കെ വരെ സിനിമയൊക്കെ കണ്ട് അതായത് ടയേർഡായിട്ട് ഉറങ്ങി പോവില്ലേ, അങ്ങനെ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമ്മൾ എന്തിനൊക്കെ വേണ്ടി കാശ് ചെലവാക്കുന്നു? നമ്മുടെ നല്ല ഉറക്കത്തിന് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് കാശ് ചെലവാക്കിക്കൂടാ? അങ്ങനെ കാശ് ചെലവാക്കി ഞാൻ വാങ്ങിച്ചതാണ് ഈ പാവ. റിഗ്രറ്റ് അടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. റിഗ്രറ്റ് അടിക്കില്ലായിരിക്കാം എന്ന് വിശ്വസിച്ച് ഞാൻ ഈ പാവയുമായി വീട്ടിലേക്ക് വന്നു. ഇന്ന് ഈ പാവനെ കെട്ടിപ്പിടിച്ചിട്ട് ഉറക്കം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഉറക്കം വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. തലക്ക് ഭ്രാന്തെന്നല്ലാണ്ട് ഇതിനൊന്നും പറയാൻ പറ്റില്ല. എന്റെ കൈ മരവിച്ച് മരിച്ചു ഞാൻ. അങ്ങനെ നമ്മുടെ വീടെത്തിരിക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീട് പോലെ അല്ലെങ്കിലും ഇതിപ്പോ വന്ന് ഇത്ര നാൾ ഇവിടെ നിന്നില്ലേ, എനിക്ക് എവിടെയെങ്കിലും പോയി നിന്നാ എനിക്ക് ഒരു ദിവസം നിൽക്കാൻ പറ്റുമായിരിക്കും, 2 ദിവസം നിൽക്കാൻ പറ്റുമായിരിക്കും. അതിൽ കൂടുതൽ എനിക്ക് പറ്റൂല. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വരണമെന്നായിരിക്കും. അത് നമ്മുടേന്നുള്ളത് ഇപ്പോഴും നമ്മുടെ തന്നെയാ. അതൊരു ഫീലിങ്സാ. എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. എനിക്കത് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പോരും. എനിക്ക് വേറെ എവിടെയെങ്കിലും നിൽക്കാന്ന് ഞാൻ നാട്ടിലായിരുന്നപ്പോ ഒട്ടും നിൽക്കില്ല. നാട്ടിലായിരുന്നപ്പോ ഒരിടത്തും ഞാൻ നിൽക്കില്ല. ഞാൻ ഇതുവരെ അങ്ങനെ അധികം കൂടിപ്പോയാൽ എന്റെ ചീറ്റയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അല്ലാണ്ട് അധികം അങ്ങനെ ഒരിടത്തും പോയി നിന്നിട്ടില്ല. കാരണം എനിക്ക് ശ്വാസം കിട്ടും. എനിക്ക് ഭയങ്കര എന്തോ പോലെ ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ശീലം കുറെ മാറ്റിയേട്ടാ. ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നൊക്കെ പഠിച്ച് കുറെ ശീലങ്ങൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാറ്റി. അപ്പോ ഞാൻ എന്റെ വീടെത്തി ഇത്രയും പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്, അതുപോലെ ഇപ്പൊ എനിക്ക് ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥത. ഞാൻ 2 ദിവസം 3 ദിവസം ആകുമ്പോഴേക്കും, അതായത് ഒരു ദിവസം 2 ദിവസം കൂടി പോയാൽ വേറെ എവിടെയെങ്കിലും നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇനി ഈ വീട് പോയിട്ട് അടുത്ത വീട് കാണാം നമുക്ക് എന്താവുന്നു.
ജീവിതം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബൈ.